കഥയാ പറയാൻ പോന്നേ? മുത്തശ്ശി മോൾക്ക് ഇന്ന് മുത്തശ്ശിയുടെ അമ്മ പറഞ്ഞു തന്ന ഒരു കഥ പറയാം. ധീരയായ ഒരു പെൺകുട്ടിയുടെ കഥ പറയട്ടെ? കേട്ടിരുന്നോണം. പണ്ട് പണ്ട് അങ്ങ് ദൂരെ ആകാശത്തിനും അപ്പുറത്തെ ഒരു ദേവലോകം. അവിടെ അതിസുന്ദരിയായ ഒരു ദേവി ഉണ്ടായിരുന്നു. ഒരു ദിവസം ദേവിക്കൊരാഗ്രഹം, ഭൂമി ഒന്ന് കാണണമെന്ന്. അങ്ങനെ മറ്റ് ദേവിമാരോടൊപ്പം അവള് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഭൂമി മുഴുവനും ചുറ്റി നടന്ന ദേവിക്ക് ഭൂമിയോടും ഇവിടുത്തെ ആളുകളോടും വല്ലാത്തൊരിഷ്ടം തോന്നി. മറ്റെല്ലാ ദേവിമാരും ദേവലോകത്തേക്ക് തിരിച്ചുപോയി. എന്നാൽ ഈ ദേവിയാകട്ടെ ഭൂമിയിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അങ്ങനെ ഈ ഭൂമിയിൽ അവൾ ഒരാളെ കണ്ടുമുട്ടി. അവർ പ്രണയത്തിലായി. അവനിൽ അവൾക്ക് ധാരാളം കുട്ടികളും ജനിച്ചു. പക്ഷേ ഇവരാരും തന്നെ മനുഷ്യരെ പോലെയോ ദൈവത്തെ പോലെയോ ആയിരുന്നില്ല. എല്ലാവരും പേടിക്കുന്ന ഭീകര ജീവികളായിരുന്നു അവര്. പേടിയാവുന്നുണ്ടോ? പേടിക്കണ്ട ട്ടോ. കാഴ്ചയിലും കഴിവിലും വ്യത്യസ്തരായിരുന്ന ഇവർ തമ്മിൽ കലഹങ്ങൾ പതിവായി. അവർ ഈ ഭൂമി മുഴുവനും നാശം വിതയ്ക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട ദേവിക്ക് വലിയ വിഷമായി. താൻ സ്നേഹിക്കുന്ന ആളുകൾക്ക് വരുത്തിയ നാശത്തിന്റെ ഭാരം താങ്ങാനാവാതെ തകർന്ന മനസ്സോടെ ദേവി തന്റെ മക്കളെ ശപിച്ചു. അവരെ ഭൂമിക്കടിയിലും കാട്ടിലെ മലമുകളിലുമായി ഉപേക്ഷിച്ച് ദേവി ദേവലോകത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. അങ്ങനെ ആരാലും ആരാധിക്കപ്പെടാതെ അവര് ഈ ഭൂമിയിൽ എന്നേക്കുമായി ഉപേക്ഷിക്കപ്പെട്ടു. വർഷങ്ങൾ കുറെ കടന്നുപോയി. എന്നാൽ ഇവരുടെ ശക്തിയെപ്പറ്റി അറിഞ്ഞ മനുഷ്യരാവട്ടെ ഇവരെ ആരാധിക്കാൻ തുടങ്ങി. അത് വലിയൊരു നാശത്തിന്റെ തുടക്കമായിരുന്നു. മനുഷ്യന്റെ ദുരാചാരങ്ങളും ദുരാഗ്രഹങ്ങളും കൊണ്ട് ശാപം പേറിയ ഒരു നാടിന്റെ കഥയാണ് മുത്തശ്ശി പറയാൻ പോകുന്നത്. നാട്ടുപ്രമാണിമാരുടെ തിരുവായ്ക്കെതിർവായില്ലാത്തൊരു കാലം. മുത്തശ്ശി, അതാരാ? അത് ചൊക്കൻ. ഇല്ലിമലക്കാട്ടിലെ നാടോടി പയ്യനായിരുന്നു ചൊക്കൻ എന്ന ആ അനാഥ ചെറുക്കൻ. മാമ്പഴങ്ങൾ